ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കുറച്ച് ദിവസത്തെ മഴയ്ക്ക് ശേഷം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാത്തത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, മടി കാരണമാണ്. ഷോർട്ടൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കാണണം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ജൂൺ 3 പ്രവേശനോത്സവം. നമ്മുടെ വാവാച്ചിയുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ്. ഞങ്ങളത് നിതിര വീട്ടിലാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ അവിടെയൊക്കെ വെള്ളം കയറിയിട്ട് ആകെ സീനായിരുന്നു. ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ രാവിലെ തന്നെ വാവാച്ചിയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അച്ചമ്മ കഞ്ഞിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ തന്നെ നമ്മുടെ അടുക്കളയത്തെ എല്ലാ പരിപാടിയും നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ചോറൊക്കെ ആയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മുട്ടക്കറിയും അതുപോലെ തന്നെ വെള്ളപ്പവും ആയിരുന്നു. അപ്പോൾ ചോറും എല്ലാം സെറ്റാക്കിയിട്ട് അമ്മ ടേബിളിന്മേൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് നേരത്തെ ആവും കേട്ടോ. ചോറ് കറിക്കൊന്നും കിട്ടാത്ത തരം കൊണ്ടാണ്, അല്ലെങ്കിൽ അതും നേരത്തെ ആയേനെ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വാവാച്ചി അച്ചമ്മയ്ക്ക് ടാറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നന്ദുക്കുട്ടൻ്റെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി യൂണിഫോം ഒക്കെ ഇട്ട് മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാവരും സ്കൂളിലേക്ക് പോകാൻ തയ്യാറായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിൽക്കണ എല്ലാവർക്കും വാവാച്ചി ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. തിരിച്ച് അവരും അവൾക്ക് ടാറ്റൊക്കെ കൊടുത്തു കേട്ടോ. പലർക്കും പല ഡേറ്റിലാണ് പ്രവേശനോത്സവം. നമ്മുടെ വാവാച്ചിയുടെ ഫ്രണ്ട്സിനൊക്കെ 5-ാം തീയതി 12-ാം തീയതി അങ്ങനെ ഡേറ്റ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വാവാച്ചിയുടെ അംഗനവാടിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവളെ അടുത്ത് പറയായിരുന്നു, ഇനി തുടങ്ങി അംഗനവാടിക്കല്ല പോകേണ്ടത്, സ്കൂളിലേക്കാണ് കേട്ടോ എന്ന്. വീടെത്താറായപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളം പോയോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷെ 2 ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് പോയി നോക്കാം, അപ്പോഴല്ലേ അറിയുള്ളൂ. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വെള്ളമൊക്കെ എല്ലായിടത്തു നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വെള്ളം നമ്മുടെ പോർച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. ഇളന്തിനൊക്കെ മുങ്ങിയിട്ടുണ്ടായിരുന്നു. റോഡിൻ്റെ ലെവലിലായിരുന്നു കേട്ടോ വെള്ളം. പിന്നെ പണി കിട്ടിയത് നിറച്ചും വേസ്റ്റൊക്കെ അടിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചെളി, അതൊക്കെ ഇനി മെനയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയതിൻ്റെ. അപ്പോൾ അതൊക്കെ പതിയെ ഇടാട്ടാം. പിന്നെ ഞങ്ങൾ ഒട്ടും താമസിപ്പിക്കാൻ നിന്നില്ല. ഞങ്ങൾ 3 പേരും പെട്ടെന്ന് റെഡിയായിട്ട് നമ്മുടെ വാവാച്ചിയുടെ സ്കൂളിലേക്ക് പോവുകയാണ്. വാവാച്ചിയുടെ അച്ഛനാണെങ്കിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ എനിക്കും നമ്മുടെ വാവാച്ചിക്കും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് 2 പേര് അവളുടെ സെയിം സ്കൂളിൽ തന്നെയാണ്, ഒരേ ക്ലാസ്സിലും തന്നെയാണ് കേട്ടോ. അങ്ങനെ നടന്ന് സ്കൂളിൻ്റെ അവിടേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ സുഹൃതം ഓർഫനേജ് ഉണ്ട്, തൊട്ടപ്പുറത്ത് സേവാഭാരതിയുടെ ഓഫീസുണ്ട്. അപ്പോൾ നമുക്ക് ടെൻഷനില്ല, എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മുടെ സ്കൂൾ പരിസരത്ത്. അപ്പോൾ ഇവിടെ ചെറിയൊരു ചടങ്ങല്ല, ഗോമാതാവിനെ പൂജിക്കണ ഒരു ഇതുണ്ട്. അപ്പോൾ വരുന്നവർ ആ ചടങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിലേക്ക് എപ്പോൾ പോയാലും ഇവിടെ അതുണ്ടാവും, ചെയ്യണവർക്ക് ചെയ്യാട്ടോ. അപ്പോൾ നമ്മുടെ വാവാച്ചിക്കാണെങ്കിൽ അവിടെ നിന്ന് ചന്ദനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തൊടിയിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ നമ്മുടെ ഗോമാതാവിനൊക്കെ പൂജിക്കുകയാണ് കേട്ടോ. നമ്മുടെ വാവാച്ചിയുടെ സ്കൂൾ എത്തിയിട്ടുണ്ട് കേട്ടോ. വാവാച്ചി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അതോടൊപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞങ്ങളും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ആളാണെങ്കിൽ അവളുടെ കൂട്ടുകാരത്തി വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കൈയും പിടിച്ചിട്ട് വേഗം നടക്കുകയാണ് കേട്ടോ.
നമ്മുടെ അംഗനവാടിക്ക് പോകുന്നതിനായിട്ടും കുറച്ചേ ഉള്ളൂ പുതിയ സ്കൂളിലേക്ക്. അതാരം കൊണ്ട് നമുക്ക് നടന്നു കൊണ്ടാക്കാവുന്ന അത്ര ദൂരമുള്ളൂ കേട്ടോ. വേഗം ഇതേ അച്ഛൻ കൈമ കയറി പിടിച്ചിട്ടുണ്ട്. വേറെ ഒന്നല്ല, എവിടേക്കാണോ ഓടാന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ 2 ടീച്ചർമാരാണെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് വരുന്ന കുട്ടികൾക്ക് ആരതി ഒഴിയാനായിട്ട്. അപ്പോൾ നമ്മുടെ വാവാച്ചിക്കും അവർ ആരതിയൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കയറി കാണി. അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് ചന്ദനമൊക്കെ തൊടിയിച്ച് ആളകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. അകത്തേക്ക് കയറിയതും അവൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവളെ കൂട്ടുകാരത്തിനെയാണ് കേട്ടോ. ഫൈനലി ഇതേ കൂട്ടുകാരത്തിനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ആ സന്തോഷം അവളെ മുഖത്ത് കാണാനില്ലേ ഗൈസ്. അപ്പോഴാണെങ്കിൽ അവിടുത്തെ പ്രസംഗത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, ചെറിയ ഉദ്ഘാടനം. അപ്പോൾ ഈശ്വര പ്രാർത്ഥനയോടുകൂടി അതങ്ങോട്ട് തുടങ്ങിയിട്ടാ. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടിട്ട് അന്ന് തന്നെ അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ കുട്ടീനെയും കുട്ടിയുടെ പേരൻസിനെയൊക്കെ അവിടെ ഇരുത്തി ആരതിയൊക്കെ ഒഴിയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാനല്ല, ഞങ്ങൾ പുതുതായി വന്ന എല്ലാവരും അതൊക്കെ കാണുന്നത്. നമസ്കാരം. ഇന്ന് ജന്മദിനം ആഘോഷിച്ച കുട്ടിയും അച്ഛനും നമ്മളിവിടെ ഗോശാലയുണ്ട്. ഗോശാലയിൽ ഗോക്കളെ ആദരിക്കുന്നൊരു ചടങ്ങും കൂടിയുണ്ട്. അപ്പം അതിനവര് കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഇന്ന് പോകുന്ന സമയത്തും അല്ലെങ്കിൽ ഇപ്പോഴും ഗോക്കളെ ആദരിച്ചുകൊണ്ട് ഗോവിനെ ഇപ്പം തന്നെയാണ് പറയുന്നത്. അത് ഇപ്പം തന്നെ പോയാൽ നന്നായിരിക്കും. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാവരും ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് ലഡ്ഡു വിതരണം നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 12 മണിയോടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാ മക്കൾക്കും വിശക്കായിരുന്നു കേട്ടോ.
കുറേ പേര് വിശക്കണം അമ്മ എന്നും പറഞ്ഞ് കരയണുണ്ടായിരുന്നു. അപ്പോൾ ഈ ലഡ്ഡൊക്കെ കിട്ടിയപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമ്മുടെ വാവാച്ചിയാണെങ്കിൽ അവളുടെ കൂട്ടുകാരത്തിമാരെടുത്ത് നിന്ന് ലഡ്ഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ ടീച്ചർമാർ തൊപ്പിയും പിന്നെ അതങ്ങനെ ഒരു സംഭവം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാ കുട്ടികൾക്കും അതൊക്കെ വെച്ച് കൊടുത്തു. നമ്മുടെ വാവാച്ചിക്കും വെച്ച് കൊടുത്തു കേട്ടോ. അതും ഞാൻ ഷോർട്സാക്കി ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കയറി കാണണേ. അതൊക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ചപ്പോഴത്തേക്കും പിള്ളേരൊക്കെ വേറെ ലെവലായിട്ടാണ്. അവർക്ക് എന്തോ ഒരു വലിയൊരു സംഭവം കിട്ടിയൊരു ഫീലിംഗ് ആയിരുന്നു. നമ്മുടെ വാവാച്ചി ഇതേ കിട്ടിയ പാടെ തന്നെ അതിൻ്റെ പഫും പൂടൊക്കെ ഇളക്കി ഇതേ കൈ പിടിച്ചിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ, അവളങ്ങനെയാണ്, ഒന്നും എന്താ പറയുക ശരിയാക്കും, എല്ലാം ശരിയാക്കിക്കോളും. അങ്ങനെ അതൊക്കെ എല്ലാവരും വെച്ച് നിൽക്കണം, ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അതിനുശേഷം പിള്ളേരെല്ലാവരും ക്ലാസ്സിലാക്കിയിട്ടാണ്. ക്ലാസ്സിൽ കയറിയപ്പോൾ പിള്ളേരെല്ലാവരും കരച്ചിലായി ഗൈസ്. വേറെ ഒന്നല്ല, അവർ അവിടെ നിർത്തിയിട്ട് അമ്മമാർ പോകുമോ എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു പിള്ളേർ. അപ്പോൾ എല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ നമ്മുടെ വാവാച്ചി കരഞ്ഞില്ല കേട്ടോ. അവൾ എൻ്റെ അടുത്ത് പൊക്കോളാനാണ് പറഞ്ഞത്. കാരണം വേറെ ഒന്നല്ല, അവളുടെ കൂട്ടുകാരത്തിനെ കിട്ടിയല്ലോ. കൂട്ടുകാരത്തിനെ കിട്ടിയപ്പോൾ ഞങ്ങൾ വേണ്ട ഗൈസ്. അതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതേ അവളെയും അവളുടെ കൂട്ടുകാരത്തിനൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇരിക്കണം ഫോട്ടോയും ക്ലാസ്സൊക്കെ കണ്ടു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ക്ലാസ്സിൽ കയറിയിട്ട് ടീച്ചർമാരും കുട്ടികളൊക്കെ പരിചയപ്പെട്ടു. പിന്നെ അത് ഞങ്ങൾ അമ്മമാരൊക്കെ ക്ലാസ് റൂം കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടാണ്. നമ്മുടെ വാവാച്ചി കയറി നിൽക്കണത് എവിടെയായിരുന്നു നോക്കൂ ഗൈസ്. അവരിയ്ക്കണ സംഭവത്തുമ്പോൾ കയറിയിട്ടാണ് അവൾ കയറി നിൽക്കണത്. ഇനി എന്താവോ എന്തോ. അവർക്ക് ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ എല്ലാവരുടെ കയ്യിലും ബലൂണൊക്കെ ഉണ്ട്. അതൊക്കെ വീർപ്പിക്കേണ്ട തിക്കും തിരക്കിലായിരുന്നു. അപ്പോൾ വാവാച്ചിനോട് അവിടെ ക്ലാസ് റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതേ എല്ലാ അമ്മമാരും ടീച്ചർമാരോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ വാവാച്ചിയാണെങ്കിൽ അവളുടെ കൂട്ടുകാരത്തിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് കേട്ടോ. ബുക്കൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ സ്കൂളിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അവർക്ക് ക്ലാസ് തുടങ്ങണത് വ്യാഴാഴ്ചയാണ്. 2 ദിവസം അവർക്ക് മുടക്കാണ്. അപ്പോൾ അവളുടെ കൂട്ടുകാരത്തേക്ക് ടാറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും നാൾ അവളുടെ അംഗനവാടി പോകുന്ന വീഡിയോയും വരുന്ന വീഡിയോ ഒക്കെ ഷോർട്സ് ആയിട്ടാണ് ഞാൻ ഇടാറ്. ഇനി തുടങ്ങി സ്കൂളിലേക്ക് പോകുന്ന വീഡിയോയും വരുന്ന വീഡിയോ ആയിരിക്കുള്ളൂ കേട്ടോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.